ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സാരി ഉപയോഗിച്ചിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള കഫ്താൻ ടോപ്പിന് എനിക്ക് ഒരുപാട് നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് സെയിം കഫ്താൻ ടോപ്പും പലാസോയാണ് ചെയ്യുന്നത്. ഈ ഒരു സാരി എന്ന് പറയുന്നത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള സാരിയാണ്. മുൻപ് ഞാൻ ഈ സാരിയുടെ വേറൊരു കളർ, ഒരു പീച്ച് ഷെയ്ഡിലുള്ള ഒരു സാരി യൂസ് ചെയ്തിട്ട് ഞാനൊരു കഫ്താൻ ടോപ്പും പലാസയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ആ സെയിം മോഡൽ സാരി തന്നെ എനിക്ക് തന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇത്രയും ഒരു ഭാഗം നമുക്ക് വരുന്നത് ബ്ലൗസ് പീസാണ് സാരിയുടെ. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൗസ് പീസ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം നമുക്കത് ബോർഡറൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബ്ലൗസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനവിടെ ആദ്യം ചെയ്യുന്നത് പലാസോയുടെ കട്ടിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോത്ത്. ബാക്കി ഞാൻ മാർക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈന്, ഈ ഒരു പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ലൈന്. ഈ ഒരു ലൈനിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. താഴ്ഭാഗം വരെ ഞാൻ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. 36 ഇഞ്ചാണ് എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് താഴ്ഭാഗത്തേക്ക് 36 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തയ്യൽ തുമ്പ് അഡീഷണൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് 36 ഇഞ്ചിൻ്റെ കൂടെ 5 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്കിവിടെ ഒരു 2.25 ഇഞ്ചോളം നമുക്കിവിടെ ഇലാസ്റ്റിക് വെക്കാനുള്ള ഒരു ഭാഗമാണ് വരുന്നത്. അതിന് ശേഷം നമുക്ക് കറക്റ്റ് 36 ഇഞ്ച് നമുക്ക് ലെങ്ത്തും വേണം. അത് കഴിഞ്ഞിട്ട് താഴ്ഭാഗം മടക്കി അടിക്കാനും അതേപോലെ ഒരു 2 ഇഞ്ച് 2.25 ഇഞ്ചൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടോട്ടൽ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഞാനൊരു 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഞാനിവിടെ ടോട്ടൽ എടുത്തിട്ടുള്ളത് 41 ഇഞ്ചാണ്. 36 ഇഞ്ചിൻ്റെ കൂടെ 5 ഇഞ്ച് കൂടി എക്സ്ട്രാ ചേർത്തിട്ട് 41 ഇഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തു. അരവണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചായിരുന്നു. 40 ഇഞ്ചിൻ്റെ 4/1 ഭാഗം എടുത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 40 ഇഞ്ചിൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുക. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്, ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ക്രോച്ചിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ ഓൾറെഡി 12.5 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടി ചേർത്തിട്ട് ഞാനിവിടെ 15.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ മുതൽ താഴേക്ക് ഒരു 15.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ 15.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തൊടയുടെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ തൊടവണ്ണം ഈ ഒരു സെയിം 12.5 ഇഞ്ച് തന്നെയാണോ ഇവിടെയും കിട്ടുന്നത് എന്ന് നോക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് 12.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മുടെ മാർക്കിങ് അങ്ങോട്ടേക്ക് മാറിപ്പോവാൻ പാടില്ല, വൈഡായിട്ടും പോകാൻ പാടില്ല, ഉള്ളിലേക്കും ആവാൻ പാടില്ല. അപ്പം നമ്മൾ താഴെ മുകളിൽ നിന്ന് 15.5 ഇഞ്ച് താഴെ വരെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം, ഈ ഒരു ലെഗിൻ്റെ ഭാഗം വരുന്നവിടെ നമുക്ക് ഈ മുകളിലുള്ള സെയിം അളവ് തന്നെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ക്രോച്ചിൻ്റെ ഈ ഒരു കേർവ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ചെറുതായിട്ടൊരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. നമ്മൾ ക്രോച്ചിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിനുശേഷം ഞാൻ താഴെ നമുക്ക് താഴ്ഭാഗത്തെ ലൂസ്, അപ്പോൾ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു പലാസോ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഞാൻ എടുത്തിട്ടുള്ള ലൂസ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ലൂസ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഇതേപോലെ ചരിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ക്രോച്ച് ജോയിൻ്റ് ആവുന്ന ആ ഒരു ഭാഗം വരെ കട്ട് ചെയ്യണം. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഇവിടുന്നാണ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൂടി വരുന്ന ഭാഗം കൂടി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗം വരെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് മുകളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് തുണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് പലാസോന്റെ മാർക്കിങ് വരുന്നത്. മെഷർമെന്റ് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒന്ന് കൊടുക്കാം കേട്ടോ. നിങ്ങൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. എത്ര നമുക്ക് എക്സ്ട്രാ ചേർക്കണം എന്നുള്ളത് ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ എടുക്കുക. ടോട്ടൽ ലെങ്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മിനിമം 4 ഇഞ്ചെങ്കിലും നിങ്ങൾ എക്സ്ട്രാ കൂട്ടണം. താഴ്ഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ മുകളിൽ ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ടും കേട്ടോ. നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് എത്ര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണോ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇപ്പം എനിക്കിവിടെ ഉള്ളത്, എൻ്റെ കയ്യിലുള്ളത് ഒരു 1.25 ഇഞ്ച് വീതി വരുന്ന ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 2.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ലെങ്ത്തിൽ നമ്മുടെ ബാൻഡ് നിൽക്കണം. ഈ ഒരു മാർക്കിങ് ഞാനിവിടെ ഒരു പിങ്ക് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബാൻഡ് നിൽക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ 2.5 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ പലാസോന്റെ മാർക്കിങ് വരുന്നത്. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ലൈനിങ് ഒന്നും വെച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പലാസോയും അതിൻ്റെ കൂടെ വരുന്ന കഫ്താൻ ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് പലാസോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് കഫ്താൻ ടോപ്പ് കട്ട് ചെയ്യാം കേട്ടോ. കഫ്താൻ ടോപ്പിന്റെ മാർക്കിങ് ഞാനവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ചെയ്തതുപോലെ മുകളിൽ ആദ്യം ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെഷർമെന്റ് എടുക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബോർഡർ വേണ്ടാന്ന് തോന്നിയതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും ഭാഗം ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴേക്കാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ടോപ്പിന് എടുത്തിട്ടുള്ള ലെങ്ത് 43 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ താഴ്ഭാഗത്ത് ഞാനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലൗസ് പീസ് വെച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ലെങ്ത്ത് ഞാൻ ഏകദേശം ഒരു 7 ഇഞ്ച് ഒക്കെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ ടോട്ടൽ ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്തത് താഴ്ഭാഗം വരെ ഞാനൊരു 36 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 7 ഇഞ്ച് ബോർഡർ വെക്കാനാണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു 43 ഇഞ്ച് ആ ഒരു രീതിയിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിങ്ങോട്ട് നമുക്ക് ബോർഡർ വെക്കാന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ നെക്കിൻ്റെ ഒരു വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ചിൽ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്തത്. നമുക്കിതിൽ ഷോൾഡർ പോയിന്റ് ഒന്നും അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് മാർക്കിങ് വരുന്നത് എന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത്, നമ്മളിവിടെ നെക്കിൻ്റെ മാർക്കിങ് കൊടുത്തല്ലോ, ആ മാർക്കിങ് മുതൽ നമുക്ക് താഴ്ഭാഗത്തേക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറും കൂടി ഉണ്ടാവും. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക സ്ലീവിന്. പക്ഷെ ഇതിൽ നമ്മൾ ഷോൾഡർ വേറെ തന്നെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു നെക്കിൻ്റെ വൈഡ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയല്ലോ, അതിന്ന് നമുക്ക് എത്ര ലെങ്ത് ആണ് നമ്മുടെ സ്ലീവിന് വേണ്ടത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 18 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഞാനൊരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് നമുക്ക് ബോർഡർ കൂടി വരുമ്പോൾ നമുക്കൊരു 20-21 ഇഞ്ചിൽ നമ്മുടെ സ്ലീവ് വരും. അത്യാവശ്യം ഫുള്ളായിട്ടുള്ള ഒരു സ്ലീവാണ് ഈ ഒരു ഡ്രസ്സിന് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാം. അപ്പം ഞാൻ ഇതിൽ മാക്സിമം നമുക്കൊരു 18 ഇഞ്ചോളം എടുക്കാം. ബാക്കി നമുക്ക് ബോർഡർ വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്ലീവ് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 18 ഇഞ്ചിലെടുത്തത്. നിങ്ങൾ സാരി ഒന്നല്ല നോർമൽ ക്ലോത്തൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മടക്കിയിടുന്ന സമയത്ത് ചിലപ്പോൾ വീതിയുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 16 ഇഞ്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ പീസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സാരി ഇതേപോലെ ഫോൾഡ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും നമുക്കൊരു വീതി കിട്ടുന്നത്. സാധാരണ നമ്മൾ മെറ്റീരിയലൊക്കെ ഫോൾഡ് ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും വീതിയിലൊന്നും കിട്ടൂല. ഒരു 44 ഇഞ്ച് വിഡ്ത്തിലൊക്കെ വരുന്ന മെറ്റീരിയൽ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്ര വീതി കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് സാരി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല വീതിയുള്ള മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ലെങ്ത് അത്ര കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ടെൻഷനൊന്നും ആവണ്ട. നമ്മൾ അഡീഷണൽ പീസൊക്കെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന് മുൻപിട്ട വീഡിയോയിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലൂസ് എത്രത്തോളം ലൂസിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലൂസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ 10 ഇഞ്ചാണ് ലൂസ് കൊടുത്തിട്ടുള്ളത്. 10ഓ 11ഓ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ലൂസ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഞാനിവിടെ 36 ഇഞ്ച് ചെസ്റ്റ് സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു സ്ലീവിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചെസ്റ്റിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ഇവിടുന്ന് നമുക്ക് സാധാരണ നമ്മൾ മാർക്ക് ചെയ്യൂലേ കൈക്കുഴിയിലേക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എനിക്ക് നോർമൽ ഇവിടെ വേണ്ടത് 36 ഇഞ്ചിൻ്റെ 4/1 ഭാഗം. അങ്ങനെയാവുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് വരിക. 9 ഇഞ്ചിൻ്റെ കൂടെ 5 ഇഞ്ച് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇവിടുന്ന് 14 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഭാഗത്ത് നിന്ന് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് 14 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഫോൺ വെക്കുന്ന ട്രൈപോഡ് ഡാമേജ് ആയി പോയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ലൂസ് കൊടുത്തല്ലോ സ്ലീവിൻ്റെ, ആ ഒരു പോയിന്റ് ആദ്യം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് 14 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 2 പോയിന്റ് കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. യോ അതായത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിതാ ഇതേപോലെ ചോക്കൊണ്ട് നമ്മൾ ഇവിടെയാണ് നമുക്ക് 14 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. നമ്മൾ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ മുട്ടിക്കണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളിത് തയ്യൽത്തും കൂടി ചേർത്തിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ് വരുന്നത്. അഡീഷണൽ തയ്യൽത്തുമ്പോ കാര്യങ്ങളൊന്നും ഇടൂല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കിത് ഇതേപോലെ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ഒരുപാട് ഷേപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു ഡ്രസ്സിന് ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് താഴേക്ക് എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത്, താഴെ നിങ്ങൾക്ക് എത്ര വീതി വേണം ആ ഒരു വീതി മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമുക്കിതാ മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കാരണം ഒരുപാട് വീതിയുടെ ആവശ്യമില്ല, പക്ഷെ അത്യാവശ്യം വീതി വേണം. നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി വീതി വേണം. പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പം അത്യാവശ്യം വീതി വേണം. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഏകദേശം ആ സെയിം മെഷർമെൻറ്റ് തന്നെ താഴേലേക്ക് കൊടുത്താൽ മതി. അപ്പം ഒരു സെയിം വീതി തന്നെ നമുക്ക് താഴ്ഭാഗം വരെ കിട്ടും. നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തൊന്നും ഒരുപാട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം മാർക്കിങ് തന്നെ താഴേക്ക് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് ഈ ഒരു ബോർഡർ വെച്ച് കൊടുക്കാനുണ്ട്. അതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ബോർഡർ വെച്ച് കൊടുക്കാനുണ്ട്. നമുക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത, അപ്പോൾ ഈ ഒരു പീസാണ് താഴേലേക്ക് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെങ്ത് ഒക്കെ എത്രയാണ് നോക്കിയിട്ട് താഴ്ഭാഗത്തും അതേപോലെ സ്ലീവിൻ്റെ എൻഡിലും നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് ബോർഡർ കൊടുക്കാം കേട്ടോ. അതേപോലെ നെക്ക് ഞാനിവിടെ ചെയ്യുന്നത് ക്യാൻവാസിലാണ്, കാരണം നമ്മളിതിൽ ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ക്യാൻവാസിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി വൃത്തി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് സ്റ്റിച്ചിങ് നോക്കാം. നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് പലാസോ ആണ്. പലാസോയുടെ ഒരു സൈഡിലുള്ള ക്രോച്ച് ഏരിയയാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു ഭാഗത്തെ ക്രോച്ച് ഇതുപോലെ രണ്ടും ഒരേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്രോച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. ആ ഒരു ഭാഗം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രോച്ച് ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക.
ഇനി നമുക്ക് ബാൻഡ് വെക്കുന്ന ഭാഗം, ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം ആദ്യം നമ്മളൊരു ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെറിയൊരു മടക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇലാസ്റ്റിക്കിൽ തട്ടാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് കയറാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മാർക്കിങ് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോകും. നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് വലിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു അരവണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഇലാസ്റ്റിക് മാർക്ക് ചെയ്ത ഭാഗം വരെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക് നമ്മുടെ ബാൻഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ക്ലോത്ത് വരുന്ന രീതിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ വലിച്ചിട്ട് കറക്റ്റാക്കിയിട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡ് ഒരേപോലെ ക്ലോത്ത് വരുന്ന രീതിയിൽ, ഇലാസ്റ്റിക്കിൽ ഒരേപോലെ ക്ലോത്ത് വരുന്ന രീതിയിൽ വലിച്ച് നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് വരുന്ന ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതാട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മാർക്കിങ് വരുന്ന ഭാഗം വെച്ചിട്ട് നമ്മളിവിടെ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് അടുത്ത ഒരു ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ഒരു ക്രോച്ച് ഏരിയയാണ് ആദ്യം ജോയിൻ ചെയ്ത് കൊടുത്തത്. നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ വെച്ചതിന് ശേഷം മറ്റേ ക്രോച്ച് ഏരിയ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഒരേപോലെ വരുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രോച്ച് ഏരിയ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പലാസോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് മുൻപ് ഞാൻ പലാസോയുടെ മാത്രം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തതൊന്ന് പോയി കാണുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാൻഡിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 2 ഇഞ്ച് വീതിയിലാണ് താഴ്ഭാഗം നമ്മൾ എക്സ്ട്രാ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വീതിയിൽ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വീതിയിലാണോ താഴ്ഭാഗത്തെ ഭാഗം വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് നോർമൽ വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ താഴ്ഭാഗത്ത് എത്രത്തോളം വീതി വേണം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് എടുത്താൽ മതി. ഇതേപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. 2 സൈഡിലും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ക്രോച്ച് ഏരിയ വരുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. കാരണം താഴ്ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു നോക്കാം. 2 ഭാഗവും ഒരേപോലെയാണോ വരുന്നത് എന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചു നോക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴ്ഭാഗം വരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ക്രോച്ച് വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് രണ്ടാമത്തെ ഭാഗം എടുത്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി. അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ കൊടുക്കുന്ന സെയിം വീതിയിൽ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യരുത്. മുകളിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് കുറച്ച് വീതി കുറച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ.
ഇത്രയാണ് നമ്മുടെ പലാസോയുടെ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമുക്ക് കഫ്താൻ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ കഫ്താൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആവശ്യമുള്ള നെക്ക് ഞാനിവിടെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ക്ലോത്തിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്ത് കൊടുക്കാനുള്ള ബോർഡർ, അതുപോലെ സ്ലീവിന് കൊടുക്കാനുള്ള ബോർഡറൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസിൽ നല്ല വശവും ബോർഡറിൻ്റെ നല്ല വശവും അതേപോലെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്ക് സൈഡിൽ മുകളിലേക്കാണ് ഞാൻ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗം മുകളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. മുകളിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് ഞാൻ നോർമൽ റൗണ്ട് നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാൻവാസിൽ കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ പീസ് തന്നെയാണ് ഞാനിവിടെ നെക്കിൽ കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ക്യാൻവാസിലൊക്കെ ചെയ്യുന്ന സമയത്ത് നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഞാൻ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നെക്കെല്ലാം കട്ട് ചെയ്തെടുക്കാറുള്ളത്. എനിക്ക് കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് ക്യാൻവാസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കിട്ടാറുള്ളത്. നമുക്ക് സാധാരണ ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല നീറ്റായിട്ട് നമ്മൾ ഏത് ഷേപ്പിലുള്ള നെക്ക് ചെയ്താലും നല്ല നീറ്റായിട്ട് കിട്ടുന്നത് ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോഴാണ്. ഇതേപോലെ ഞാൻ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്കിലെ നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. നമ്മുടെ ബോർഡർ വരുന്ന പീസ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ഫ്രണ്ടിലെ നെക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ രണ്ട് നെക്കിൻ്റെ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ ബാക്ക് പീസ് ഫ്രണ്ട് നെക്കിൻ്റെ മുകളിലേക്ക് ബാക്കിലെ നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ പീസ് ഇതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് താഴെ സ്ലീവിൻ്റെ താഴ്ഭാഗം വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം, അതായത് നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് വരുന്ന ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അതേപോലെ തയ്യലോ കാര്യങ്ങളോ ഒന്നും പുറത്തേക്ക് കാണൂല. രണ്ട് സൈഡിലും ഇതേപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. ഞാനത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ, അതേപോലെ നമുക്ക് പെട്ടെന്ന് നൂല് വലിയുന്ന മെറ്റീരിയലൊക്കെ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ഇടാതെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള ജോയിൻറ്റുകളൊക്കെ വരുന്ന ഭാഗത്ത് എന്തായാലും 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് നൂല് വലിയാനും പിന്നി പോരാനൊക്കെ ചാൻസുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ജോയിൻറ്റ്സ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമുക്ക് ഇതേപോലെ കിട്ടുന്ന സമയത്ത് നല്ല നീറ്റായിട്ടാണ് നമുക്ക് നെക്ക് കിട്ടുക. ഇനി നമുക്ക് ബാക്കിലെ നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്തത്, അതായത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിലെ നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ബോർഡർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ചതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴ്വശവും ഇതേപോലെ നമുക്കൊന്ന് ബോർഡർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലെയും സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ ബോർഡർ വെക്കേണ്ടത് ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കൂടുതൽ ഷേപ്പോ കാര്യങ്ങളോ അളവുകളോ ഒന്നും മാർക്കിങ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബിഗിനേഴ്സിനാണെങ്കിലും ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്വന്തം മെഷർമെൻറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ താഴ്ഭാഗം സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാക്സിമം പോയാൽ 1 ഇഞ്ച് 1 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് കൂടുതൽ തയ്യൽ തുമ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലൂസായിട്ട് നിൽക്കുന്ന ടോപ്പായതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഒരു ചുളിവുണ്ടാവും. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ ഭാഗം മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്ഭാഗം വരെ നമുക്ക് ഓപ്പൺ വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓപ്പൺ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ഇഞ്ച് ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത്. താഴേന്ന് മുകളിലേക്ക് 10 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാർക്കിങ് വരെ നമുക്ക് ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് രണ്ട് സൈഡിലും ഓപ്പൺ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 10 ഇഞ്ച് മുകളിലേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് ഒരു 10 ഇഞ്ച് നമ്മൾ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനും കൂടി കണക്കാക്കിയിട്ട് ഒരു 11 ഇഞ്ചിൽ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഓപ്പണിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ കഫ്താൻ ടോപ്പിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. ഇത്രയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നമ്മുടെ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും താഴ്ഭാഗം നമുക്കൊന്ന് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് പലാസോ വരുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ലൂസായിട്ട് വരുന്ന പലാസോ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ പലാസോയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ കഫ്താൻ ടോപ്പിൻ്റെ ഫൈനൽ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ കഫ്താൻ്റെ ഫൈനൽ വന്നിട്ടുള്ളത്. സ്ലീവ് ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്തും അതേപോലെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ ബോർഡർ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗി നമുക്ക് ആ ഒരു ഡ്രസ്സിന് കാണാനായിട്ട് പറ്റും.
എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് മെറ്റീരിയലാണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ഡ്രസ്സ് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.